നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിഞ്ഞതോടെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയിൽ കയറ്റത്തിന്റെ ലക്ഷണങ്ങളാണ് കണ്ടത്. ഉച്ചയോടെ കേരളത്തിൽ ഗ്രാമിന് 185 രൂപ വർദ്ധിച്ച് 13,020 രൂപയിലെത്തിയിട്ടുണ്ട്. പവൻ വില 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയാണ് നിലവിലെ വില. സ്വർണ്ണവില താൽക്കാലികമായി കൂടിയെങ്കിലും പവന് 1,00,000-ലും താഴെ വന്നേക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്ന് രാവിലെ പവന് 1,320 രൂപ കുറഞ്ഞിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില കൂടി. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില വീണ്ടും ഔൺസിന് $4,000 മുകളിലെത്തിയതോടെയാണ് ഈ മാറ്റം വന്നത്. ഡോളറിന് നേരിയ ഇടിവ് വന്നതോടെയാണ് സ്വർണം മുകളിലേക്ക് കുതിച്ചത്. യെൻ, പൗണ്ട്, യൂറോ തുടങ്ങിയ കറൻസികൾക്കെതിരായ US ഡോളർ ഇൻഡെക്സ് അല്പം താഴ്ന്നതാണ് സ്വർണ്ണവില തിരിച്ചു കയറാനിടയാക്കിയത്. രൂപയ്ക്ക് ഇടിവ് വന്നാൽ ഡോളർ കുതിച്ചാൽ സ്വർണത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. വില നിർണ്ണയത്തെ ഇതും സ്വാധീനിക്കും. ഇതാണ് ഇന്ന് സ്വർണ്ണ വിപണിയിൽ കണ്ടത്. സ്വർണ്ണവില കുറയുന്ന പ്രതിഭാസം തന്നെയാണ് വിപണിയിൽ ദൃശ്യമാകുന്നത്. 1,00,000-ലും താഴെ വന്നാൽ അധികം താമസിയാതെ സ്വർണ്ണവില പവന് 80,000 രൂപയോളം എത്തിയേക്കാം എന്നാണ് നിഗമനം. US ഇറാൻ സംഘർഷം തുടരുന്നത് പണപ്പെരുപ്പം കൂടാൻ ഇടയാക്കും. ഈ സാഹചര്യം ഒഴിവാക്കാൻ US ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തുമെന്ന പ്രതീക്ഷയിൽ ഡോളറിന്റെ വിനിമയ നിരക്ക് ഉയർന്നതോടെയാണ് സ്വർണ്ണവില ഇടിഞ്ഞത്. ഡോളർ ഉയർന്നാൽ സ്വർണം വാങ്ങുന്നതിന്റെ ചിലവ് വർദ്ധിക്കും. ഇത് സ്വർണത്തിന്റെ വാങ്ങൽ ശേഷി കുറയ്ക്കും. സുരക്ഷിത നിക്ഷേപം എന്ന തോന്നൽ ഒഴിവാക്കി നിക്ഷേപകർ മറ്റ് നിക്ഷേപങ്ങളിലേക്ക് തിരിഞ്ഞാൽ സ്വർണ്ണവില പവന് 1,00,000-ലും താഴോട്ട് വരും. അതേസമയം സ്വർണ്ണവില വീണ്ടും ഇടിയുമെന്ന ആശങ്ക കനത്തതോടെ സ്വർണം വിറ്റു കാശാക്കാനുള്ള നീക്കങ്ങളും ദ്രുതഗതിയിലാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ 50,000 കിലോ സ്വർണം ഇന്ത്യക്കാർ വിറ്റു പണം വാങ്ങിയെന്നാണ് കണക്ക്. സ്വർണ്ണവില കുറഞ്ഞതോടെ ഈ ഓട്ടം വിപണിയിൽ ദൃശ്യമായിട്ടുണ്ട്. കയ്യിലുള്ള സ്വർണത്തിന് ഏറ്റവും കൂടുതൽ വില ഉറപ്പുവരുത്താനാണ് സ്വർണ്ണ വിൽപ്പനയ്ക്ക് ഉപഭോക്താക്കൾ ഒരുങ്ങുന്നത്. പവന് 1,00,000-ലും താഴെ വന്നാൽ 80,000 രൂപയോളം വന്നാൽ പിന്നീട് വിൽക്കാൻ ശ്രമിച്ചാൽ വലിയ നഷ്ടം വരും. എന്തായാലും സ്വർണ്ണ വിപണിയെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ സ്വർണ്ണപ്രേമികൾ. വിൽക്കലും വാങ്ങലുമെല്ലാം സ്വർണ്ണ വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ച് ആകും ഉണ്ടാവുക.